അത് പ്രോട്ടോകോൾ അധ്യക്ഷനല്ലല്ലോ. അതെങ്ങനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാനാണ്. ഒരു മിനിറ്റ്. അല്ല അങ്ങനെ പിന്നെ അതൊരു തെറ്റായ രീതിയല്ല. ഈ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പരിപാടി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. ഇവിടെ ഈ പരിപാടി കോർപ്പറേഷൻ പരിപാടി ആസൂത്രണം ചിലപ്പോൾ ഞങ്ങളുടെ സാധാരണ നടത്തുന്ന പോലെ നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും സംസാരിച്ചു. ഇനി സ്റ്റാൻഡിംഗ് ചെയർമാൻമാരൊക്കെ ആശംസ അർപ്പിക്കും. അത് അർപ്പിത അറിയിക്കുന്നു. ഈ പരിപാടി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. ദയവായിട്ട് പ്രോഗ്രാമിന്റെ കാര്യത്തിനകത്ത് നമ്മൾ തെറ്റായ രീതി നടത്താൻ പാടില്ലല്ലോ. അല്ല നന്ദി പറഞ്ഞു. പിന്നെ അങ്ങനെ ഇവിടെ കക്ഷി നേതാക്കന്മാർ സംസാരിക്കും. ശ്രീ കായക്കൽ രാഹുൽ അത് ഞാൻ സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ സംസാരിച്ചേ പറ്റൂ. അതൊരു തെറ്റായ കീഴ്വഴക്കല്ലേ? അതൊരു തെറ്റായ കീഴ്വഴക്കല്ലേ? അല്ല പരിപാടി വിളിച്ചൂടെ? മേയർ അതെന്ത് പരിപാടി? മേയർ ജനാധിപത്യ രീതിയിൽ ഏകാധിപത്യ. നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല സാറേ ഇത്. ജനാധിപത്യ പരിപാടി കണ്ണൂർ കോർപ്പറേഷന്റെ പരിപാടിയല്ലേ? കണ്ണൂർ കോർപ്പറേഷന്റെ പരിപാടി മേയറുടെ ഏകാധിപത്യ പ്രവണതയിൽ നടത്താൻ പാടില്ല. മേയറുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. മേലെ നമ്മൾ സംസാരിക്കണ പിരിച്ചുവിട്. ഒരാളും സംസാരിക്കൂല. എന്തേലും ചന്ത മേലെ നടക്കൂല. അയ്യോ സംസാരിക്കൂല. ഈ പരിപാടി ഈ പ്രോട്ടോകോൾ ആളുകളുടെ അറിവിന് വേണ്ടി തരുക. ഈ പരിപാടിക്കെതിരെ പത്രസമ്മേളനം നടത്തി ഈ പരിപാടി തെറ്റാണെന്നും ഇവിടെ നടന്നത് പ്ലാന്റ് അല്ലാന്നും വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ വേദിയിൽ വരുന്നത്. ആ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ പത്രത്തിലുണ്ട്. ഇദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം മുഴുവൻ ചാനലുണ്ട്. അതല്ലാതെ കണ്ണൂർ കോർപ്പറേഷന് കഴിഞ്ഞ 3 വർഷത്തെ പരിപാടികൾ അട്ടിമറിക്കാനും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇത്രയും ചെയ്തത്. ഓരോ കൌൺസിൽ യോഗത്തിനകത്തും ഇവിടെയുള്ള 54 കാരണം മുഴുവൻ കൌൺസിലർമാരും ഇത് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഇത്തരം വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കണ്ണൂരിലെ ജനങ്ങളുടെ പിന്തുണയുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. എല്ലാം തന്റെ തലയിലാണെന്ന് ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പരിപാടി നടത്തില്ല എന്നും ഈ പരിപാടി നടത്താൻ അനുവദിക്കുകയില്ല എന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടി അലങ്കോലമാക്കാൻ തന്നെയുള്ള ഉദ്ദേശത്തിലാണ് വന്നത് എന്ന ബോധ്യം കൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഏതായാലും ഈ പരിപാടിക്ക് എത്രമാത്രം സഹിഷ്ണുതയോടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കണ്ണൂർ കോർപ്പറേഷന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. ഒരാൾ